ഈസി ടേസ്റ്റി ക്യൂസിനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ട് മൂന്ന് വീഡിയോ ആയിട്ട് നാടൻ രുചികളാണ് പരിചയപ്പെട്ടിട്ടുണ്ടിരിക്കുന്നത്. അപ്പം ഇന്നും നമ്മൾ രണ്ട് നാടൻ രുചികളായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഒന്ന് ഇഞ്ചിപ്പുളി, വേറൊന്ന് കടുമാങ്ങ. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഓരോന്ന് ഇങ്ങനെ എന്താ പറയുക ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചെയ്യാം. ഓരോന്നോരോന്നായിട്ട് അപ്പം ഇൻഗ്രീഡിയൻസ് ഞാനിപ്പം ആദ്യം പറയുന്നില്ല. അപ്പം നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇഞ്ചിപ്പുളി ചെയ്യാം കേട്ടോ. ഇഞ്ചിപ്പുളിക്ക് വേണ്ടിയിട്ട് ഞാനൊരു 100 ഗ്രാം പുളിയാണ് എടുത്തേക്കണം. ഇതിന് പിഴിപുളി, വാളൻ പുളി എന്നൊക്കെ പറയും. അപ്പോൾ അത് നല്ലപോലെ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ട് നല്ലപോലെ പിഴിഞ്ഞെടുത്ത് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, മണ്ണൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് ഒരു 100 ഗ്രാം ഉണ്ട്. അത് നമുക്ക് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു അര കപ്പ് കാൽ കപ്പ് ഇഞ്ചി നമ്മൾ കൊത്തി അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് ഇഞ്ചി എത്ര നേർത്തതായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും, അതായിരിക്കും ഏറ്റവും നല്ലത്. അതിടുക. പിന്നെ ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് കേട്ടോ. പിന്നെ കറിവേപ്പില ഉണ്ട്. ഇതൊന്നും ഞാൻ കാണിക്കാതെ നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ടാണ്. കറിവേപ്പില ഉണ്ട്. നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് തിളച്ചിട്ടിരിക്കുമ്പോഴേ നമ്മുടെ പുളിവെള്ളം എല്ലാം കൂടെ തിളയ്ക്കാൻ വെച്ചാൽ തിളച്ചിട്ടിരിക്കുമ്പോൾ തന്നെ നമുക്കിത് താളിക്കാനുള്ളത് ഇപ്പോഴത്തെ അടുപ്പിൽ ചെയ്യാം കേട്ടോ. അപ്പം രണ്ടും ഒരുമിച്ച് നടക്കും. കുറച്ച് എണ്ണ മതി, ഒരു 1.5 ടീസ്പൂൺ പോലെ. എണ്ണ ചൂടാകുമ്പോഴത്തേന് കുറച്ച് കടുകും, കടുക് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വറ്റൽമുളകോട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കുറുകി വരണേ, നല്ലപോലെ ഒന്ന് കുറുകി വരണം. എന്താ കടുക് വറുത്ത് വെച്ചിട്ടുണ്ട്, താളിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ശരിയാക്കി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഒഴിക്കേ വേണ്ടുള്ളൂ, വേറെ ഒന്നും ചെയ്യേണ്ട. പിന്നെ കുറച്ച് ശർക്കര ചേർക്കണം. അപ്പം ശർക്കര ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ച ശർക്കര ചേർക്കാം. ഞാനിപ്പം ഒരു ശർക്കര പാനി പോലെ ആക്കിയിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടാണ് ചേർക്കാൻ പോകുന്നത്. കാരണം ഇനി മണ്ണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട്. ഇപ്പം നിങ്ങൾക്ക് നല്ല ശർക്കര ഒക്കെ മണ്ണില്ലാത്തൊക്കെ ഉണ്ട്, ശർക്കര ഉണ്ടെന്നുള്ള ഉറപ്പാണെങ്കിൽ ശർക്കര പൊടിയും ഇല്ലത് ചേർക്കാതെ. ഇത്രയേ ഉള്ളൂ. ഇത്രയാണ് നമ്മുടെ ഇഞ്ചിപ്പുളിയുടെ എന്ന്. അപ്പം പണ്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള എല്ലാം നമുക്ക് സദ്യയിൽ നോക്കിയാൽ അറിയാം കേട്ടോ, എല്ലാം ബാലൻസ് ചെയ്തിട്ടാണ് പണ്ട് നമ്മുടെ സദ്യയുടെ എന്താ പറയുക ഒരുക്കങ്ങൾ നടക്കുന്നത്. എല്ലാം ഉണ്ടാവും, ദഹനത്തിന്, അതുപോലെ മധുരത്തിന്, അങ്ങനെ ഓരോന്ന്. ഞാൻ കേട്ടിട്ടുള്ളത് കാളനല്ല, ഓലൻ കഴിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഓലന് പ്രത്യേക ഒരു സ്വാദ് ഉണ്ടാവത്തില്ലെന്ന് പറയാം. ഈ ഓലൻ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാത്തിൻ്റെയും സ്വാദ് കൃത്യമായി അറിയാൻ വേണ്ടിയിട്ടാണ് ഓലൻ സദ്യക്ക് വിളമ്പുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അതെനിക്ക് അറിയില്ല ശരിയാണോ ഇല്ലെന്ന്, പക്ഷെ അങ്ങനെ അതൊന്ന് കമന്റ് ചെയ്യണം അറിയാമെങ്കിൽ കേട്ടോ. ഞാൻ ശർക്കര പാനീയം ചേർക്കുന്നുണ്ടല്ലോ, ഈ ഒരു പരുവാകുമ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം അതും കൂടെ കിടന്നൊന്ന് കുറുകി വരണം. ഇനി ശർക്കര പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് അവസാനം കുറുകി കഴിഞ്ഞ് അവസാനം ചേർത്തിളക്കി താളിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ കുറിക്കാൻ മതി കേട്ടോ. ഇതിനാദ്യം ഇത്രയൊരു പരുവാകുമ്പോഴത്തേന് നമുക്ക് തീ ഓഫ് ചെയ്യാമേ. നമ്മുടെ ഇഞ്ചിപ്പുളി റെഡിയായി. ഇനി നമുക്ക് താളിച്ച് ചേർത്താണ്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് താളിക്കാം കേട്ടോ. നമുക്ക് താളിച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇടാം കേട്ടോ. നമ്മൾ ഓൾറെഡി കറിവേപ്പില ഇട്ടില്ലേ, അതുകൊണ്ട് ഇനി ഞാൻ കറിവേപ്പില ചേർക്കുന്നില്ലേ. അങ്ങനെ നമ്മുടെ ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട്. അടുത്ത നമ്മൾ കടുമാങ്ങയല്ലേ ചെയ്യണത്. ഒന്നുമില്ല, 2 പച്ചമാങ്ങ ചെറുതായിട്ട് അരിഞ്ഞ്, ചെറുതെന്നല്ല ഒരു സ്ക്വയറിൽ ചെറുതായിട്ട്, അതൊക്കെ അരച്ചെടുക്കുന്ന പോലെ. പിന്നെ ഒരു അര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, ഒരു 4 എണ്ണം കറിവേപ്പില. ഇത്രയും മതി. എണ്ണ, കടുക്, ഇത്രയും മതി കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെ ചെയ്ത് നോക്കാം. ഒന്നുമില്ല, ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നു. പച്ചമുളക് ഇട്ട് കൊടുക്കാം, തേങ്ങ ഇട്ട് കൊടുക്കാം, ഇത് ലേശം ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന്. ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പിടുന്നുണ്ടേ. ഇത് നല്ലപോലെ ഇതിൽ ഒരു സാധനം കൊണ്ട് ചേർക്കണേ.
കടുകും കൂടെ ചേർക്കണം കേട്ടോ. കടുക് അധികം ഇടല്, ഒരു 1/4 ടീസ്പൂണോളം കടുക് ഇട്ടാൽ മതി. ഇത് നല്ലപോലെ ഒന്ന് മിക്സിയുടെ ഇതിൽ അരച്ചിട്ട് വരാം കേട്ടോ. നമ്മളിങ്ങനെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പല്ലേ ഇട്ടിരുന്നത്. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ലേശം കുറവാണ് തോന്നി, അതുകൊണ്ട് ഞാനൊരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം കറക്റ്റ്. ഇനി ഇതിൽ എന്താ ചെയ്യേണ്ടത്, നമ്മളൊരു 1/4 കപ്പോളം തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മാങ്ങ അധികം പുളിയുള്ളതാണെങ്കിൽ നിങ്ങൾ തൈരിൻ്റെ അളവ് കുറച്ചോണം കേട്ടോ. ഇതിപ്പോൾ എൻ്റെ മാങ്ങ വലിയ പുളിയില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തൈര് ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് തൈര് ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി വെക്കാം. ഇനി താളിച്ചിടണം, അത്ര മാത്രമേ ഉള്ളൂ. ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിക്കുക. താളിക്കുന്ന പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. കുറച്ച് എണ്ണ മതി, ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. കുറച്ച് കടുക്, കുറച്ച് കടുക് ഇട്ടാൽ മതി. നമ്മൾ ഓൾറെഡി കടുക് ചേർത്തിട്ടുണ്ടല്ലോ. കുറച്ച് താളിക്കാൻ വേണ്ടി മാത്രമുള്ള കടുക്. കടുക് പൊട്ടുമ്പോൾ നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്ക് താളിച്ചിട്ട് നമ്മുടെ കടുമാങ്ങയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കഴിഞ്ഞു. ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, സിമ്പിൾ. എനിക്ക് തോന്നുന്നു പുളിയിഞ്ചിക്ക് കുറച്ചും കൂടെ എരിയാകാൻ തോന്നിയിട്ട് എനിക്ക്. ഞാൻ ഒരു 3 പച്ചമുളക് ചേർത്തത്. അത്യാവശ്യം എരിയുള്ള പച്ചമുളകാണത്, പക്ഷെ ഒരു കുറച്ചുകൂടെ എരിയാകാൻ തോന്നി. കടുമാങ്ങ കറക്റ്റാണ്. അപ്പം രണ്ടും ഉണ്ടാക്കണം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നെക്സ്റ്റ് വീഡിയോസ് എല്ലാം കാണും. കുറച്ച് നാടൻ വിഭവങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നുണ്ട്. അപ്പം എല്ലാവരും മറക്കാതെ കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.